അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ക്രൈസ്തവ മതം അത് ഭാരതത്തിന്റെ മതം തന്നെയാണ്. അതിൽ അഭിമാനിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈയടിക്കാൻ ഞാൻ പറയാ. അത് വിദേശ മതമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. മറ്റു പല രാജ്യങ്ങൾ, ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവമാകുന്നതിന് മുമ്പേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ക്രൈസ്തവമായിരുന്നു. ഒന്നാമത്തെ മിഷണറി, ആ മിഷണറി മാതൃകയിലാണ് നമ്മൾ. ഒന്നാമത്തെ മിഷണറി ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ തോമസ് ലീഹയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ക്രൈസ്തവ മതം അത് ഭാരതത്തിന്റെ മതം തന്നെയാണ്. അതിൽ അഭിമാനിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈയടിക്കാൻ ഞാൻ പറയാ. ഒപ്പം പറഞ്ഞു, ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത്, ഹിന്ദി ഭാഷ അടക്കം ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ക്രൈസ്തവരാണ് എന്ന് ധീരതയോടെ, അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, ആതുര ശുശ്രൂഷ രംഗത്താകട്ടെ, സാമൂഹിക പ്രവർത്തനങ്ങളിലാകട്ടെ, ആരംഭത്തില് മാധ്യമങ്ങളില്, കാർഷിക രംഗത്ത്, ബിസിനസ് രംഗത്ത്, തൃശ്ശൂർക്കാര് ബിസിനസ് രംഗത്ത്, പാലക്കാട് കാർഷിക രംഗത്ത്, അങ്ങനെ ഈ മേഖലകളിലെല്ലാം ആനുപാതികമായി ഏറ്റവും കൂടുതൽ രാഷ്ട്ര നിർമ്മിതിക്ക് മുന്നിട്ടുന്നതാണ്. അതുകൊണ്ട് ഭാരതീയരെന്ന നിലയിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ക്രൈസ്തവരെന്ന് ശക്തമായി പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ പറയുകയുണ്ടായി.